തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതി തള്ളിക്കൊണ്ടാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അണുബാധയുണ്ടായത് ആശുപത്രിയിൽ നിന്നല്ല എന്നാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. മരണകാരണം സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയയാണെന്ന് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം DMEക്ക് റിപ്പോർട്ട് കൈമാറി. എന്താണ് ഇനി കുടുംബം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതും ശ്രദ്ധേയമാകുന്നു. റിപ്പോർട്ടിലേക്ക്. അണുബാധയുണ്ടായത് SAT ആശുപത്രിയിൽ നിന്നല്ലെന്നും സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയയാണ് അണുബാധയ്ക്ക് കാരണമെന്നുമാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ആശുപത്രിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവി ഡോക്ടർ ലത, സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജീവ് കുമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇൻഫെഷ്യസ് ഡിസീസസ് വിഭാഗം മേധാവി ജൂബി ജോൺ എന്നിവർ സമിതിയിലെ മറ്റംഗങ്ങളായിരുന്നു. വിദഗ്ധ സമിതി ബന്ധുക്കളുടെയും ഡോക്ടേഴ്സിന്റെയും മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കരിക്കകം സ്വദേശി ശിവപ്രിയ പ്രസവത്തെ തുടർന്ന് മരിച്ചത്. SAT ആശുപത്രിയിൽ നിന്നാണ് അണുബാധയേറ്റത് എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. അതേസമയം മെഡിക്കൽ കോളേജിനെതിരായ ആരോപണങ്ങളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലുമധികം രോഗികൾ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് എത്തുന്നുവെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. അപ്പോൾ നമുക്ക് വരുന്ന രോഗികളെ ഒരാളെ തള്ളിക്കളയുക എന്നുള്ളൊരു നിലപാട് മെഡിക്കൽ കോളേജിനില്ല. ശരിയാണ്, നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികം രോഗികൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത്? ഒന്ന്, നമ്മൾ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. രണ്ട്, ചികിത്സ വികേന്ദ്രീകരിക്കുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.